ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കേരളത്തിൽ ഇടതുമുന്നണിക്ക് വഴിയൊരുക്കുന്നത് കോൺഗ്രസ് ആണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സതീശനെ പോലെ ചതിയനായ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടില്ല. മാള ഫൊറോന പള്ളിയുടെ ഓഫീസ് കുത്തി തുറന്ന് മോഷണം, 30,000 രൂപ നഷ്ടപ്പെട്ടു. ഡോഗ് സ്ക്വാഡ് വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. മേലൂർ വെട്ടുകടവ് റോഡിൽ നിർമ്മല കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടു. നാട്ടുകാരുടെ സംയോജിത ഇടപെടൽ മൂലം വിദ്യാർത്ഥികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കേരളത്തിൽ ഇടതുമുന്നണിക്ക് വഴിയൊരുക്കുന്നത് കോൺഗ്രസ് ആണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സതീശനെ പോലെ ചതിയനായ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടില്ല. മാസപ്പടി വിഷയത്തിൽ നിയമസഭയിൽ ഒരു വാക്കുപോലും സതീശൻ മിണ്ടിയില്ല, സുരേന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക യാത്രകളിൽ കേവലമായ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള യാത്രകൾ അടിച്ചമർത്തുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് സമനില തെറ്റി, പ്രത്യേകിച്ച് മകളുടെ പേരിൽ ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണം, അതിന്റെ ഗൗരവസ്ഥിതി മനസ്സിലായ മുഖ്യമന്ത്രി സമനില തെറ്റിയ പോലെയാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. ചെവിട്ടോർമ്മ പോരാളികൾക്ക് നാടിന്റെ ആദരം. തുരുത്തിപ്പുറം ഗ്രാമജീവിതം ഒരു നാടകത്തിന്റെ കഥാതന്തുവാക്കിയാണ് ചെവിട്ടോർമ്മ. ഡൽഹിയിൽ നടന്ന ഭാരത് രംഗ് മഹോത്സവ വേദിയിൽ നാടകമേറെ ശ്രദ്ധിക്കപ്പെട്ടു. ചെവിട്ടോർമ്മയിലെ നാടക പ്രവർത്തകരെ തുരുത്തിപ്പുറത്തെ ഗ്രാമവാസികൾ ആദരിച്ചു. വേലിയേറ്റ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന പുത്തൻവേലിക്കരയിലെ തുരുത്തിപ്പുറം ഗ്രാമജീവിതം ഒരു നാടകത്തിന്റെ കഥാതന്തുവായപ്പോൾ ആ നാടകത്തിന് ചെവിട്ടോർമ്മ എന്നാണ് പേരിട്ടത്. ഡൽഹിയിൽ നടന്ന ഭാരത് രംഗ് മഹോത്സവ വേദിയിൽ അവതരിപ്പിച്ച ചെവിട്ടോർമ്മ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്ന് ചാത്തേടം ഗ്രാമീണ വായനശാലയും തുരുത്തിപ്പുറം ബോട്ട് ക്ലബ്ബും സംയുക്തമായി ചെവിട്ടോർമ്മ പ്രവർത്തകർക്കായി ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി MR സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തുരുത്തിപ്പുറം സെന്റ് ഫ്രാൻസിസ് പള്ളി വികാരി ഫാദർ ജോയ് സ്രാമ്പിക്കൽ അധ്യക്ഷനായി. ET ടൈസൺ MLA കലാകാരന്മാരെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV പ്രതീഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് റോസി ജോഷി, ഷെറൂബി സെലക്സ്റ്റീന, സുമ സോമൻ, PL ഫ്രാൻസിസ്, ജാൻസി ഫ്രാൻസിസ്, ടോംസൺ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു സംഘം നാടക പ്രവർത്തകരുടെ കൂട്ടായ്മയുടെ ഫലമാണ് ചെവിട്ടോർമ്മയെന്ന് ഭാരത് രംഗ് മഹോത്സവത്തിൽ നാടകം കണ്ടവർ പറഞ്ഞു. അത് നിങ്ങളുടെ ഗ്രാമത്തിന്റെ മാത്രം കഥയല്ല, അത് ഞങ്ങളറിയുന്ന നൂറുകണക്കിന് ഗ്രാമങ്ങളുടെ കഥയാണ്. ചെവിട്ടോർമ്മ പൊതുപ്രവർത്തകരെയും ഭരണകൂടങ്ങളെയും അസ്വസ്ഥരാക്കുന്നുണ്ടെങ്കിൽ അത് നാടകത്തിന്റെ അണിയറ പ്രവർത്തകരുടെ വിജയം. ആ അസ്വസ്ഥതയ്ക്ക് വിത്ത് വിതച്ച ചെവിട്ടോർമ്മയിലെ നാടക പ്രവർത്തകരെയാണ് തുരുത്തിപ്പുറത്തെ ഗ്രാമവാസികൾ ആദരിച്ചത്. മീഡിയ ടൈം, പുത്തൻവേലിക്കര. മാള ഫൊറോന പള്ളിയുടെ ഓഫീസ് കുത്തി തുറന്ന് മോഷണം നടന്നു. 30,000 രൂപ നഷ്ടപ്പെട്ടു. ഇന്ന് രാവിലെ ഓഫീസിലെത്തിയ ജീവനക്കാരാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത്. പോലീസ്, ഡോഗ് സ്ക്വാഡ്, വിരലടയാള വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. മേലൂർ വെട്ടുകടവ് റോഡിൽ ശാന്തിപുരം പള്ളിക്കു സമീപം കാർ അപകടത്തിൽപ്പെട്ടു. നിർമ്മല കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് തെങ്ങിലിടിച്ചു നിന്നത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. മേലൂരിൽ നിന്നും ചാലക്കുടി ഭാഗത്തേക്ക് പോകവേ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കാർ നിയന്ത്രണം നഷ്ടപ്പെട്ടത്. നാട്ടുകാരുടെയും മറ്റു യാത്രക്കാരുടെയും സംയോജിത ഇടപെടൽ മൂലം വിദ്യാർത്ഥികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. പുത്തുഞ്ചിറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA സ്കൂൾ കെട്ടിട സമർപ്പണവും ശിലാഫലകം അനാച്ഛാദനവും നിർവഹിച്ചു. സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക PS തേജോവതിക്ക് ചടങ്ങിൽ ആദരവ് നൽകി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ്, DG ഷാനവാസ്, SIAS വെള്ളാങ്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ, പുത്തുഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ PK ഡേവിസ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സംഗീത അനീഷ്, AN രേണുക, വെള്ളാങ്കലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബീന സുധാകരൻ, ശശികുമാർ,
ഇടപ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിസ്മി സോണി, പത്മിനി ഗോപിനാഥ്, ഷൈലജ സന്തോഷ്, VA നദീർ എന്നിവർ സംസാരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് മോഡൽ LP സ്കൂൾ വാർഷികം ആഘോഷിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് യാത്രയയപ്പ്, അധ്യാപക രക്ഷാകർതൃ ദിനം, എൻഡോമെന്റ് വിതരണം എന്നിവയും നടന്നു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജയ ബിജു എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജിജു മാടപ്പള്ളി പ്രവൃത്തി പരിചയമേള വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം സാബു പോൾ, PS ഷൈബി, OS സവിത എന്നിവർ സംസാരിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി COA ഇന്ന് പതാക ദിനം ആചരിക്കുകയാണ്. COA ഓഫീസുകളിലും നെറ്റ്വർക്ക് ഓഫീസുകളിലും വിതരണ സംവിധാനങ്ങളുടെ ഓഫീസുകളിലും പതാക ദിനം ആചരിച്ചു. COA മാള മേഖലയുടെ നേതൃത്വത്തിൽ മാള കേബിൾ വിഷൻ ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ COA മാള മേഖലാ പ്രസിഡന്റ് P. സുബിധൻ പതാക ഉയർത്തി. COA ജില്ലാ സെക്രട്ടറി P. ആന്റണി, KCCL MD PP സുരേഷ് കുമാർ, COA മാള മേഖല സെക്രട്ടറി CP പ്രദീപ്, മാള മേഖല ഖജാൻജി PS തുഷാരൻ തുടങ്ങിയവർ സംസാരിച്ചു. 2 വർഷത്തെ പരിശീലനം പൂർത്തിയായ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് പുത്തഞ്ചിറ GVHSS സ്കൂളിൽ നടന്നു. GVHSS പുത്തഞ്ചിറ, സെന്റ് മേരീസ് GHSS കുഴിക്കാട്ടുശ്ശേരി, SNDPHSS പാലിശ്ശേരി എന്നീ 3 വിദ്യാലയങ്ങളിലെ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത്. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA സല്യൂട്ട് സ്വീകരിച്ചു. മാള SI CK സുരേഷ് കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, അന്നനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, സ്കൂൾ പ്രധാന അധ്യാപകരായ സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ, KK സുരേഷ്, ED ദീപ്തി, മാള SI KV ചന്ദ്രശേഖരൻ, സ്കൂൾ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അനിൽകുമാർ, ഉപേന്ദ്രൻ, സന്ധ്യ, ലിജി ആന്റണി, മായ ഫ്രാൻസിസ്, PTA പ്രസിഡന്റുമാരായ VK റാഫി, ജനിൽ കുമാർ, MB പ്രസാദ്, PTA MPTA പോലീസ് അധ്യാപകർ, രക്ഷിതാക്കൾ, നാട്ടുകാർ, വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഏരിയ പ്രതിനിധി കൺവെൻഷൻ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം ജലജ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PS ധനഞ്ജയൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി TV ഗണേശൻ, സുധാ ഹരിദാസൻ, ജില്ലാ കമ്മിറ്റി അംഗം അംബിക വേണുഗോപാൽ, OS സതീശൻ, NR രജിത, MG ശിവദാസൻ എന്നിവർ സംസാരിച്ചു. മികച്ച പ്രവർത്തനം നടത്തിയ 3 യൂണിറ്റുകളെ മെമന്റോ നൽകി ആദരിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ മേത്തറ വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംയോജിത കൃഷിയുടെ ഉദ്ഘാടനവും നടീൽ വസ്തുക്കളുടെ വിതരണവും ആദരവും നടന്നു. കർഷക സംഘം ഏരിയ സെക്രട്ടറി MS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. CPM മേത്തറ ലോക്കൽ സെക്രട്ടറി KK വിജയൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം KS ഗൈസ മുഖ്യാതിഥിയായിരുന്നു. മികച്ച കർഷകനായ KN ശശിലാലിനെ ചടങ്ങിൽ ആദരിച്ചു. കർഷക സംഘം വില്ലേജ് സെക്രട്ടറി MK സഗീർ, പ്രസിഡന്റ് TP ജോഷി, മേത്തറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CP രമേശൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ MK പ്രതാപൻ, EJ ഹീര, കൗൺസിലർ അലീമ റഷീദ്, PM മനേഷ്, EO ജോൺസൺ, MC ഗിരീഷ്, ബക്കർ എന്നിവർ സംസാരിച്ചു. കേരള NGO യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ കലാജാഥ നടന്നു. നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് കേരള NGO യൂണിയൻ സംസ്ഥാന വ്യാപകമായ കലാജാഥ സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായാണ് തൃശൂർ ജില്ലാ കലാജാഥ കോട്ടപ്പുറം മുസ്രീസ് ആംഫി തിയേറ്ററിൽ നടന്നത്. പ്രശസ്ത കവി ഡോക്ടർ C രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PB ഹരിലാൽ അധ്യക്ഷനായിരുന്നു. കേരള NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി P വരദൻ, NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KV പ്രഫുൽ, CATU കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മുഷ്താഖ് അലി, E നന്ദകുമാർ, CA നസീർ, KK വിജയൻ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക തൊഴിലാളി യൂണിയൻ കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവങ്ങളുടെ പടയണി സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. CPIM ഏരിയ സെക്രട്ടറി KR ജൈത്രൻ, KSK2 ഏരിയ പ്രസിഡന്റ് TN ഹനോയ്, കൊടുങ്ങല്ലൂർ മേഖലാ സെക്രട്ടറി MS വിനയകുമാർ, ഏരിയ വൈസ് പ്രസിഡന്റ് TG പരമേശ്വരൻ, KSKTU ഏരിയ കമ്മിറ്റി അംഗം PN രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു. അന്നനാട് വേലപ്പള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രംവിളക്ക് ആഘോഷം ഇന്ന്. ഉത്സവ തലേന്ന് നടന്ന സാംസ്കാരിക സന്ധ്യ ജസ്റ്റിസ് CN രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം പ്രസിഡന്റ് ബാബു തോംബ്ര അധ്യക്ഷത വഹിച്ചു. MLA സനീഷ് കുമാർ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ വെച്ച് വാദ്യകുലപതി പെരുവനം സതീശൻ മാരാർക്ക് ബാലശാസ്ത്ര പുരസ്കാരം ജസ്റ്റിസ് CN രാമചന്ദ്രൻ സമർപ്പിച്ചു. സൂര്യകാടിമന സൂര്യസുബ്രഹ്മണ്യ ഭട്ടത്തിരിപ്പാട് മുഖ്യാതിഥിയായിരുന്നു. കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ്, വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ, അന്നനാട് നായർ കരയോഗം പ്രസിഡന്റ് പ്രദീപ് പുഞ്ചപ്പറമ്പിൽ, KB ഉണ്ണികൃഷ്ണൻ, K രാമചന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു.
ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ എബി ജോർജ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ദീപു ദിനേശ്, ആശുപത്രി സൂപ്രണ്ട് A മിനി, PRO സോണിയ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാൻ തൃശൂരിന്റെ ഭാഗമായി നഗരസഭ അതിർത്തിയുള്ളവർക്കായി നടത്തിയ 3ാം ഘട്ട പരിശോധനയിൽ 100-ലധികം ആളുകൾ പങ്കെടുത്തു. ആശാപ്രവർത്തകർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രവാസി ഫെഡറേഷൻ എറിയാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദീപം തെളിയിച്ചു. പ്രവാസി ഫെഡറേഷൻ കയ്പമംഗലം സെക്രട്ടറി CB സമദ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KA രാജു അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് TK ഷംസുദ്ദീൻ, CPI എറിയാട് ലോക്കൽ സെക്രട്ടറി EK ലെനിൻ, AK പ്രദീപൻ, പ്രവാസി ഫെഡറേഷൻ എറിയാട് പഞ്ചായത്ത് സെക്രട്ടറി TM മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. MES അസ്മാബി കോളേജ് ഡിജിറ്റൽ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചു. പ്രശസ്ത സിനിമാ താരം ഷൈൻ ടോം ചാക്കോ ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. MES അസ്മാബി കോളേജ് ഡിജിറ്റൽ ഫിലിം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റിയും സംയുക്തമായാണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ A ബിജു ഫെസ്റ്റിവലിൽ അധ്യക്ഷത വഹിച്ചു. കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ അസ്ബിൻ അഷറഫ്, സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളുടെ ഡയറക്ടർ ഡോക്ടർ KP സുമേതൻ, കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റി ഭാരവാഹികളായ EM ഹാരിസ് സലിൽ, ഡോക്ടർ K കേശവൻ, മൈനാക് സുരേഷ് എന്നിവർ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് സംസാരിച്ചു. മുനമ്പം അയ്യർ ബാഹുലയ്യൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. ഡോക്ടർ ഹരീഷ് N രാമനാഥൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ പ്രൊഫസർ KP സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. IB ജവഹർ വിദ്യാഭ്യാസ നിധി സമാഹരണവും ഡോക്ടർ ഹരീഷ് N രാമനാഥൻ സ്കോളർഷിപ്പ് വിതരണവും നിർവഹിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി IB ജയറാം, PC ചിന്നപ്പൻ, BTech MBBS, BDS, LLB, BS നഴ്സിംഗ്, BAMS, BVSC, BDS വിഭാഗങ്ങളിലായി 50ഓളം വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പുകൾ ഏറ്റുവാങ്ങി. കൊടുങ്ങല്ലൂർ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് BRC തല ദ്വിദിന ശില്പശാല ആരംഭിച്ചു. ഫെബ്രുവരി 26, 27 ദിവസങ്ങളിൽ കൊടുങ്ങല്ലൂർ BRC ഹാളിലാണ് ശില്പശാല നടക്കുന്നത്. പ്രശസ്ത കവിയും അധ്യാപകനും നാടക പ്രവർത്തകനുമായ സുധീഷ് അമ്മവയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ കൊടുങ്ങല്ലൂർ BPC PM മോഹൻരാജ് അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ BRC ട്രെയിനർ ശ്രീപാർവതി, CRC കോർഡിനേറ്റർ കവിത എന്നിവർ സംസാരിച്ചു. അനാഥ വിധവ ജീവകാരുണ്യ സേവന രംഗത്തെ കേരളാടിസ്ഥാനത്തിൽ 1000-ൽ പരം കുടുംബങ്ങൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പും അനുബന്ധ സഹായങ്ങളും നൽകുന്ന ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ബെന്നി ബഹനാൻ MP ട്രസ്റ്റിന്റെ കൊടുങ്ങല്ലൂർ ഏരിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ട്രസ്റ്റ് ചെയർമാൻ സലിം തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി T ഷറഫുദ്ദീൻ സമ്മാനദാനം നിർവഹിച്ചു. തൃശൂർ ജില്ലാ DC ജനറൽ സെക്രട്ടറി TM നാസർ, PK മുഹമ്മദ്, സാജിദ് അലി, താജുദ്ദീൻ സ്വലാഹി, റഹി എന്നിവർ സംസാരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിലെ യൂണിയൻ ഉദ്ഘാടനം നടന്നു. MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നടത്തി. ചാലക്കുടി ഗേൾസ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് മൂക്കനൂർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കോളേജ് യൂണിയന്റെ നാമകരണവും യൂണിയൻ ഭാരവാഹികളുടെ ബാഡ്ജ് വിതരണവും MLA നിർവഹിച്ചു. വാർഡ് കൗൺസിലർ VJ ജോജി, LP സ്കൂൾ പ്രധാന അധ്യാപിക IS ശ്രീജ, യൂണിയൻ ചെയർമാൻ രഞ്ജിത്ത് രാജ്, ജോയിന്റ് സെക്രട്ടറി സിത്താര, ഭാരവാഹികളായ ചാരുദ രാജീവ്, അഭീഷണ ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ക്ലീൻ കൊടകര പദ്ധതിയുടെ ഭാഗമായി പേരാമ്പ്ര ലയൺസ് ക്ലബ് പേരാമ്പ്രയിൽ വെസ്റ്റ് ബിൻ സ്ഥാപിച്ചു. പ്ലാസ്റ്റിക് കവർ, പ്ലാസ്റ്റിക് ബോട്ടിൽ, വേസ്റ്റ് പേപ്പർ എന്നിവ തരംതിരിച്ച് സംഭരിക്കുന്നതിനുള്ള ബിൻ സ്ഥാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, പഞ്ചായത്ത് അംഗങ്ങളായ TV പ്രജിത്ത്, CK റെക്സ്, ലയൺസ് ക്ലബ് പ്രസിഡന്റ് PD ജോൺസ്, സെക്രട്ടറി KO വർഗീസ്, KA തോമസ് എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കേരളത്തിൽ ഇടതുമുന്നണിക്ക് വഴിയൊരുക്കുന്നത് കോൺഗ്രസ് ആണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. സതീശനെ പോലെ ചതിയനായ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടില്ല. മാള ഫൊറാന പള്ളിയുടെ ഓഫീസ് കുത്തി തുറന്ന് മോഷണം, 30,000 രൂപ നഷ്ടപ്പെട്ടു. ഡോഗ് സ്ക്വാഡ് വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. മേലൂർ വെട്ടുകടവ് റോഡിൽ നിർമ്മല കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടു. നാട്ടുകാരുടെ സംയോജിത ഇടപെടൽ മൂലം വിദ്യാർത്ഥികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.
Audio Jungle.